ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ഇന്ന് നമ്മൾ 2025 ഏറ്റവും വലിയൊരു ടാക്സിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുതിയ GST മാറ്റങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് വന്ന ചേഞ്ചസ്, ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവോ, അല്ലെങ്കിൽ ഈ മാറ്റങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രേറിയൻസ്. ആദ്യം എന്താണ് പുതിയ മാറ്റം എന്ന് നമുക്ക് നോക്കാം. അത് 2025 സെപ്റ്റംബർ 3 നടന്ന 56ാമത് GST കൗൺസിൽ യോഗത്തിൽ ധനമന്ത്രിയായിട്ടുള്ള നമ്മുടെ നിർമ്മല സീതാരാമൻ GST 2.0 എന്നൊരു വലിയ മാറ്റം പ്രഖ്യാപിച്ചു. അതായത് 2025 സെപ്റ്റംബർ 22 മുതൽ 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിൽ വളരെ സങ്കീർണമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്ന സ്ലാബുകളെ ഏറ്റവും ലളിതമാക്കിയിട്ട് അതിനെ 5%, അതുപോലെ 18% എന്ന് പറഞ്ഞ 2 സ്ലാബിലേക്കും, അതുപോലെ ആഡംബരമായിട്ടുള്ള ചില സർവീസുകളും ഗുഡ്സുകളും ഉണ്ട്, അതിനെ സിൻ ഗുഡ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗവും കൂടെ ആഡ് ചെയ്തുകൊണ്ട് അതിന് 40% എന്നൊരു സ്ലാബിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ആളുകൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന GST എന്ന് പറയുന്ന സംവിധാനത്തിനെ വളരെ ലളിതമാക്കിക്കൊണ്ട് ഈ 3 സ്ലാബുകളിലേക്ക് ധനമന്ത്രി കൊണ്ടുവന്നു. പുതിയ GST സ്ലാബുകൾ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക തീർച്ചയായിട്ടും. അതായത് ആദ്യത്തെ ഒരു സ്ലാബ് എന്ന് പറയുന്നത് സീറോ ടാക്സ് ആണ്. അതായത് ഒരു നികുതി രഹിതമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന്. അതായത് അവശ്യ വസ്തുക്കളെല്ലാം പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, റൊട്ടി, പിന്നെ ഇപ്പോൾ വ്യക്തിഗത ഇൻഷുറൻസ്, അതായത് ആരോഗ്യ ജീവൻ ഇൻഷുറൻസ് എന്നിവയും പൂർണ്ണമായിട്ടും നികുതി രഹിതമാണ്. അതുകൂടാതെ വിദ്യാഭ്യാസ ഇനങ്ങളായിട്ടുള്ള, അതായത് നമ്മളുടെ ഒരു പെൻസില്, നമ്മുടെ ഭൂപടങ്ങൾ, അതുപോലെ എക്സസൈസ് ചെയ്യാനുള്ള ബുക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നികുതി രഹിതമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ഇതൊരു വലിയൊരു ലാഭകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഈ കുറേ കാര്യങ്ങളൊക്കെ ഈ സീറോ സ്ലാബ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ഈ GSTയുടെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് അമെൻഡ്മെന്റ് പ്രകാരം ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു സ്ലാബ് എന്ന് പറയുന്നത് എന്താണ്? 5% വരുന്നൊരു സ്ലാബാണ്. അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മുടെ ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ള ഹെയർ ഓയിൽ, ഷാംപൂ, സോപ്പ്, അതുപോലെ ഡയറി ഉൽപ്പന്നങ്ങൾ, പാസ്ത, ലഘുഭക്ഷണങ്ങൾ എന്നിവ ഇപ്പോൾ 5% ഈ നികുതി എന്ന് പറയുന്ന ഒരു സ്ലാബിലാണ്. അതായത് അതുകൂടെ ഈ കാർഷിക ഉപകരണങ്ങൾ, വിദ്യാഭ്യാസ ഉപകരണങ്ങൾ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ 12% നികുതികളായിരുന്നത് 5%ലേക്ക് കുറേ ഉണ്ടായി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ കൃഷിയും പഠനവും എന്താണ് കൂടുതൽ ആളുകൾക്ക് അഫോർഡബിൾ ആക്കുന്ന അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഇതിപ്പോൾ മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അടുത്തത് 18% വരുന്ന ഒരു സ്ലാബാണ്. അതായത് ഭൂരിഭാഗം സേവനങ്ങളും സർവീസുകളും അതുപോലെ പ്രോഡക്ട്സും ഈ സ്ലാബിലാണ് വരുന്നത്. ഈ 18% എന്നുള്ള സ്ലാബിലാണ്. ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ടെലികോം, ബാങ്കിങ്, TV, വാഷിംഗ് മെഷീൻ, അതുപോലെ 350 cc താഴെ വരുന്ന മോട്ടോർ ബൈക്കുകൾ, അപ്പോൾ എന്നിവ ഇങ്ങനെയുള്ളതൊക്കെ ഈ പറഞ്ഞ ആ സ്ലാബിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ ഏറ്റവും നല്ല വാർത്ത എന്ന് പറയുന്നത് ഇതിന് മുൻപ് 28% വരെ നികുതി ഈടാക്കിയിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെ ലാഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ പുതിയ GST സ്ലാബ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട സ്ലാബ് എന്ന് പറയുന്നത് 40% സ്ലാബാണ്, 40%. ഇത് വരുന്നത് പ്രധാനമായിട്ടും വളരെ ലക്ഷറീസ് ആയിട്ടുള്ള, അത് ആഡംബരമായിട്ടുള്ള ഐറ്റംസ് ആണ്. സിൻ ഗുഡ്സ് എന്നാണ് സാധാരണ ഇതിനെ പറയുന്നത്. ഉയർന്ന വിലയുള്ള കാറുകൾ, പ്രീമിയം ബൈക്കുകൾ, അതുപോലെ പിന്നെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ പുകയിലയാണ്. അതുപോലെ കാസിനോ ഗെയിമുകൾ കളിക്കുന്ന കാസിനോസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗോവയിലൊക്കെ കാസിനോ ഒക്കെ വളരെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആളുകൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് കാസിനോ. അപ്പോൾ അവിടേക്ക് 28% ആയിരുന്നതെന്നൊക്കെ ഈ 40% GSTയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് വളരെ ഈ വില കുറയുകയും അതുപോലെ ആഡംബരമായിട്ടുള്ള വസ്തുക്കൾക്ക് വില കൂടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഒരു വലിയ മാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായിട്ട് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ സേവനങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എല്ലാം വിശദമായിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവുക എന്നുള്ളതാണ്. ഇനി ഇത് നമ്മുടെ ഉപഭോക്താക്കൾ, കൺസ്യൂമേഴ്സിനും ബിസിനസ്സുകാർക്കും എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിന് എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ കുറച്ചും കൂടെ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ മാറ്റങ്ങൾ നമ്മുടെ ഡെയിലി യൂസിന് ആവശ്യമുള്ള അവശ്യ വസ്തുക്കളുണ്ട്. അപ്പോൾ അത് കൂടുതൽ
നമുക്ക് അഫോർഡബിൾ ആക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ നമ്മുടെ കൺസ്യൂമേഴ്സിന് എന്താണ് വളരെ ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ഏകദേശം 400-ഓളം ഇനങ്ങൾ, 400-ലധികം ഇനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആക്കി മാറ്റി എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ എന്താ പറയുക, നമ്മുടെ ഒരു പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ കുറേ ഉണ്ട്. അതായത് വ്യക്തിപരമായിട്ട് നമ്മുടെ ഒരു ബ്യൂട്ടി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതൊക്കെ അഫോർഡബിൾ ആക്കും, കുറച്ചുകൂടി അഫോർഡബിൾ ആകും. അതുപോലെ നമ്മുടെ വീട്ടുപകരണങ്ങൾ, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ അഫോർഡബിൾ ആക്കി മാറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 12% അല്ലെങ്കിൽ 18% എന്നീ സ്ലാബിൽ നിന്നുമാണ് 5% അല്ലെങ്കിൽ 0% മാറിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ, ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ, ഇതൊക്കെ GST പൂർണ്ണമായിട്ട് ഒഴിവാക്കട്ടു. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ സ്ലാബിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ ഫാമിലി ആളുകൾക്ക്, സീനിയർ സിറ്റിസൺസിന്, അപ്പോൾ അവർക്ക് പ്രീമിയത്തിൻ്റെ ഇത് വളരെ കുറച്ച് കവറേജ് കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇതൊക്കെ കൂടുതൽ ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും, പ്രീമിയം അഫോർഡബിൾ ആവും. അപ്പോൾ അതുമാത്രമല്ല, ഈ ക്യാൻസർ അതുപോലെ അപൂർവ രോഗങ്ങളുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മരുന്നുകളുണ്ട്, ജീവൻ രക്ഷാ മെഡിസിൻസ് ഒക്കെ. ഇതൊക്കെ 0%ലേക്ക് മാറി എന്നുള്ളത് വളരെയധികം സഹായകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ 5% നികുതിയിലേക്ക് കുറഞ്ഞു, വലിയ നികുതി. അപ്പോൾ ആരോഗ്യ പരിചരണം എന്ന് പറയുന്നൊരു മേഖല പലപ്പോഴും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ആളുകൾക്കൊക്കെ വളരെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതുപോലെ ഈ ജിമ്മിലെ മെമ്പർഷിപ്പ്, നമ്മുടെ ഹെൽത്ത്, ആരോഗ്യം കൂട്ടാനുള്ള കാര്യങ്ങൾ, അതുപോലെ സലൂൺ. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ 7000 രൂപയിൽ താഴെയുള്ള ഹോട്ടലിൻ്റെ താമസം 5% നികുതിയിലേക്ക് ആക്കി. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ് ബിസിനസ്സുകാർക്കൊക്കെ വളരെയധികം സഹായകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ആളുകളുടെ ഒരു ജീവിതത്തിനെ, ബിസിനസ്സിനെ, ലൈഫ് സ്റ്റൈലിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഉപഭോക്താക്കളുടെ ശരിക്കും പറഞ്ഞാൽ പോക്കറ്റിൽ പണം അധികം ചിലവാക്കാതെ അവർക്ക് പണം ലാഭിക്കുകയും അതുപോലെ നമ്മുടെ ഒരു പർച്ചേസിങ് പവർ കൂട്ടാനും ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനൊക്കെ സഹായകമാകുന്നു എന്നുള്ളതാണ് ഈ GSTയുടെ ഈ പുതിയ മാറ്റം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഉണ്ടായ ഒരു വലിയ ഉപകാരം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതായത് നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ പല ബിസിനസ്സുകാരുടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഈ പല കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്, അത് സ്ലാബുകൾ 2-3 കുറച്ചു അല്ല. അപ്പോൾ ലളിതമായിട്ടുള്ള സ്ലാബുകളായി. ഇപ്പോൾ ചെറുകിട വ്യാപാരികൾക്ക് കുറച്ചും കൂടെ അവരുടെ കംപ്ലൈൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാക്കുന്ന, റിപ്പോർട്ടിങ്, ഫയലിംഗ് അതിനൊക്കെ ഭയങ്കര എളുപ്പമാക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ GST പോർട്ടലിൽ ഈ ഓട്ടോ പോപ്പുലേറ്റ് റീഫണ്ട് അപേക്ഷകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എഫക്റ്റീവായി. ഈ ബയോമെട്രിക് ആധാർ ഒതൻറ്റിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റുകൾ, അപ്പോൾ ഇത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ബിസിനസ്സുകാർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ ആഡംബര ഗുഡ്സ് കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് എന്താ സംഭവിച്ചത്, അവർക്ക് നികുതി ഭയങ്കരമായിട്ട് ഉയർന്നുവല്ലോ. വലിയൊരു സിൻ ഗുഡ്സ് എന്നൊരു കാറ്റഗറി വന്നു. അപ്പോൾ അത് ഈ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കാം, ചെറുതായിട്ട് വേണമെങ്കിൽ ഒരു ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്. കാരണം ഈ GST വരുമ്പോൾ കോസ്റ്റ് കൂടുന്നത് കൊണ്ട്. നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ GSTയുടെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റീഫോർമേഷൻ, ഇതിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GST ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് കുറേ ഡിഫെൻസിങ് കുറേ കാര്യങ്ങൾ വന്നു. കുറേ പേര് അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചു, കുറേ പേര് അതിന് അങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് ഇതിനൊരു GST എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു ടാക്സിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതിൻ്റെ മോശം വശങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കി കുറച്ചും കൂടെ സാധാരണക്കാർക്ക് ബിസിനസ്സുകാർക്ക് മനസ്സിലാവുകയും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയും ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുകയും ഇവർക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുകയും അതിനെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയും എന്നാൽ ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയും അത് ഗുണങ്ങൾ കൂടുതൽ കിട്ടുകയും വില കുറയുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള വലിയൊരു മാസീവായിട്ടുള്ളൊരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ GST സിംപ്ലിഫൈ ചെയ്ത സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ടാക്സിൻ്റെ സ്ലാബ് അനുസരിച്ച് കോസ്റ്റൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക ഇതിനൊക്കെ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്. പക്ഷേ സീരിയസ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും സേവ് ചെയ്യാനും പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് എന്താ പറയുക എവിടെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഒരു കോസ്റ്റ് എത്രയുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞങ്ങളതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടും
എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെന്റ് വിന്നേഴ്സ്. താങ്ക് യു.